ഇനി നോക്കാം ഇന്നത്തെ അറിയിപ്പുകൾ. ATM ഉപയോഗിക്കുമ്പോഴുള്ള നിബന്ധനകളിൽ മാറ്റങ്ങളുമായി ബാങ്കുകൾ. HDFC ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബന്ധൻ ബാങ്ക് എന്നിവയാണ് ഏപ്രിൽ 1 മുതൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഒരുങ്ങുന്നത്. ATM ഇടപാടുകളുമായി ബന്ധപ്പെട്ട് വിവിധ ബാങ്കുകൾ പുതിയ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു. HDFC ബാങ്ക് UPI ആപ്പ് ഉപയോഗിച്ച് QR കോഡ് സ്കാൻ ചെയ്ത് ATM വഴി പണം പിൻവലിക്കുന്നതും ഇനി ATM ഇടപാടായി കണക്കാക്കും. മാസത്തിലെ സൗജന്യ ഇടപാടുകൾ കവിയുകയാണെങ്കിൽ ഓരോ ഇടപാടിനും 23 രൂപയും GSTയും ഈടാക്കും. പഞ്ചാബ് നാഷണൽ ബാങ്ക് ചില ഡെബിറ്റ് കാർഡുകളുടെ ദിവസേന പിൻവലിക്കൽ പരിധി കുറച്ചു. 1 ലക്ഷം രൂപയായിരുന്ന പരിധി 50,000 രൂപയാക്കി. 1.5 ലക്ഷം രൂപയുടെ പരിധി 75,000 രൂപയാക്കി കുറച്ചു. ബന്ധൻ ബാങ്ക് സൗജന്യ ATM ഇടപാടുകളുടെ എണ്ണം പുതുക്കി. സ്വന്തം ATMകളിൽ മാസം 5 സൗജന്യ ഇടപാടുകളും മറ്റു ബാങ്കുകളുടെ ATMകളിൽ മെട്രോ നഗരങ്ങളിൽ 3ഉം മറ്റു നഗരങ്ങളിൽ 5ഉം സൗജന്യ ഇടപാടുകളും ഏപ്രിൽ മുതൽ അനുവദിക്കും. സാമ്പത്തികേതര ഇടപാടുകൾ സൗജന്യമായിരിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വനിതാ സംവരണ ബില്ല് നടപ്പാക്കാൻ നിർദ്ദേശവുമായി കേന്ദ്രം. ബില്ല് നടപ്പാക്കിയാൽ കേരളത്തിൽ നിയമസഭാ സീറ്റുകൾ 210 ഉയരും. രാജ്യത്ത് ഗൗരവമേറിയ രാഷ്ട്രീയ ഗതിവിഗതികൾക്ക് വഴിവെക്കുന്ന നീക്കവുമായി കേന്ദ്ര സർക്കാർ വനിതാ സംവരണ ബില്ല് ഈ പാർലമെന്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വനിതകൾക്ക് 1/3 സീറ്റുകൾ സംവരണം ചെയ്യും. ഇതിനായി ലോക്സഭാ സീറ്റുകളുടെയും നിയമസഭാ സീറ്റുകളുടെയും എണ്ണം കൂട്ടും. ലോക്സഭയിലും നിയമസഭയിലും നിലവിലുള്ളതിന്റെ 50% കൂടി സീറ്റുകൾ വർദ്ധിപ്പിക്കാനാണ് നീക്കം. നിർദ്ദേശം നടപ്പാക്കിയാൽ ലോക്സഭാ സീറ്റുകൾ 816 ഉയരും. നിലവിൽ ലോക്സഭയിൽ 543 സീറ്റുകളാണ് ഉള്ളത്. ഈ ബില്ല് പാസായാൽ കേരളത്തിൽ ലോക്സഭാ സീറ്റുകൾ 30 നിയമസഭാ സീറ്റുകൾ 210 ഉയരും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.